الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനമുള്ള പിർസത്തോ സഹോദരന്മാരെ, ഹിരിയായങ്ങളെ, സഹോദരിമാരെ, സർവശക്തനായ ജഗനിയന്താവായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുരെ പേടിച്ചിട്ട് അവന്റെ നിഅമ നിർദ്ദേശ ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിൽ പാലിച്ചിട്ട് തഖ്വ കൈവിടാമാറ് മരിക്കറൊടുത്തോളം ജീവനാക്കൊണു ചെന്ത് ನನ್ನ ಸ್ವಂತ ನಫ್ಸರೆ ಮರಕಾಂಡ್ ನಿങ്ങളൊಟ್ಟಿಗೆ ನಾನು ವಸಿಯತ್ತಾಕರೆ ನೆನಪಾಕರೆ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അപാരമായ അനുഗ്രಹ കൊണ്ടുത്തു, ഫളല് കൊണ്ടുത്തു, ഔദാര്യ കൊണ്ടുത്തു, കാരുണ്യ കൊണ്ടുത്തു. അല്ലാഹു അവന് തൃപ്തിപ്പെട്ടതായ അവന്റെ ഇഷ്ടദാസന്മാരെ കൂട്ടത്തില് അല്ലാഹു ഞങ്ങളെല്ലാരെയും ചേർപ്പാട്ടിത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിന്ന് വന്നുപോയ ചെറിയതും വലിയതും രഹസ്യമായതും പരസ്യമായതുമായ എല്ലാ ദോഷത്തിലെ ഗഫാറായ റബ്ബ് ഞങ്ങൾക്ക് പുറത്തു മാഫാക്കി തരട്ടെ. പരിശുദ്ധമായ റമളാനിലെ നോമ്പും എല്ലാ ഇബാദത്തും സ്വീകരിക്കുന്നതായ അള്ളാഹു ഇഷ്ടപ്പെട്ട ആൽമാരെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടിത്ത് റമളാനിലെ മഹത്വ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ട് ആ ഹദീസിലെ ലാസ്റ്റ് ഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ത് മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ. റമളാനിലെ ഖൈറ് അത് ഒരാൾക്ക് തടയപ്പെട്ടെങ്കിൽ അവനുകു എല്ലാ ഖൈറും എല്ലാ നന്മയും തടയപ്പെട്ടിട്ട് ചെന്നെത്തിക്കർ. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്ര വലിയ അനുഗ്രഹമായിട്ട് വിശ്വാസികളെ സംബന്ധിച്ചോളം വലിയ ഒരു നിഅമത്തെത്തിക്കർ റമളാൻ. വിശ്വാസിയായ ആൾമാർക്ക് മാത്രം എത്തിക്കർ, മൂമിനായ ആൾമാർക്ക്, മുഅ്മിനത്തായ സഹോദരിമാർക്ക്, മുവഹിദായിട്ടുള്ള ആൾമാർക്ക് വലിയ ഒരു നിഅമത്ത് എത്തിക്കർ. കാരണം എത്ര ഞങ്ങളെ സഹോദരന്മാർ പോയ വർഷ റമളാനില് ഒട്ടിಗೆ തറാവിക്ക് ಬಂದೆಂಗ, പള്ളിയില് ക്ലാസ്ക്ക് കൂടിയങ്ങ, നോമ്പ് തുറക്കൊക്കെ കൂടിയങ്ങ, അവസാനത്തെ 10 ഏത്തിക്കാഫുല് തെച്ചങ്ങ, ഖിയാമുൽ ലൈലിക്ക് ಬಂದങ്ങ,
പരസ്പര കണ്ടുമുട്ടിയതായ എത്ര ആൽമാർ എന്റെ ബർസഖിയായിട്ടുള്ളതായ ലോകത്തിലുള്ള അള്ളാഹു അങ്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി വലിയ ഒരു അനുഗ്രഹമായിട്ട് റമദാനിനെ സ്വീകരിക്കുള്ള തൗഫീക്ക് തന്ന ഇത് എത്രത്തോളായിത്തിക്കര് ഞങ്ങൾ ഓരോരുത്ത മനസ്സിലാക്കണായ വിഷയത്തിക്കര് ഈ നോമ്പുരെ പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കുള്ളതായ തൗഫീക്കിനെ കൊണ്ട അല്ല എത്ര നോമ്പയത്തിക്കര് എന്തു ഞങ്ങൾക്ക് പിടിയില്ല. വഫൗക തഖ്ദീരിന ലില്ലാഹി തഖ്ദീറു ഞങ്ങ കണക്ക് കൂട്ടിയതിരെ മേലയത്തിക്കര് അല്ലാഹുരെ തീർമാന. അതുകൊണ്ടു നല്ലോണം അല്ലാഹുരെ പേടിച്ചിട്ട് സൂക്ഷ്മതയോടുകൂടെ തഖ്വയോടുകൂടെ നോമ്പും ഞങ്ങളെ എല്ലാ ഇബാദത്തിനെയും ഞങ്ങൾ സജീവമാക്കണം. നോമ്പ് ഫറലാക്കപ്പെട്ടതായ ആയത്തെ 2-ാമത്തെ അധ്യായ സൂറത്ത് ബഖറരെ 183-ാമത്തെ ആയത്തിലെ അള്ളാഹു ചെല്ലുന്നത് അതിന്റെ അവസാന അതിന്റെ ലക്ഷ്യം എന്തായിത്തിക്കറ് ലഅല്ലക്കും തത്തഖൂൻ നിങ്ങ തഖ്വ ഉള്ളതായ അള്ളാഹുരെ പേടിക്കുന്നതായ ഭയഭക്തി ഉള്ളതായ സൂക്ഷ്മത ഉള്ളതായ ജീവിതത്തിലെ ഹറക്കാത്ത് സക്കനാത്തില് അള്ളാഹുരെ പേടിക്കുന്നതായ ആൽമാരായി തീരുകനായിട്ടിക്കറ് നോമ്പുരെ നിങ്ങൾക്ക് ഫറലാക്കപ്പെട്ടത്. തഖ്വ അധികരിപ്പിക്കുള്ളതായ മാനദണ്ഡ ഏതെല്ലാം ഉണ്ടാ അത് ഞങ്ങൾ വർദ്ധിപ്പിക്കും. ഒരിക്കലും ഒരു വിശ്വാസിയുടെ നോമ്പുലു തഖ്വ കൊറടിയാവുടതായ ഒന്നും അവനിൽ നിന്ന് വന്നു പോകുത്തീറ. ഇമാം ഗസാലി റഹ്മഹുല്ലാ അയാളെ ഇഹ്യാ ഉലൂമുദ്ദീൻ ചെല്ലുന്നതായ കിതാബുലു ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് കാണും. നോമ്പു അള്ളാഹു വിശ്വാസികളായിട്ടുള്ള ആൾമാർഗൈത്തിക്കറ് ഫറലാക്കപ്പെട്ടത്. ജണ്ട് നോമ്പ് ഫറലാക്കപ്പെട്ടതിലെ ഏറ്റവും വലിയ മർമ്മമായിട്ടുള്ളതായ ലക്ഷ്യം എന്തായിത്തിക്കറ് തഖ്വ തഖ്വ അധികരിക്കണം. അതായിത്തിക്കറ് ഞങ്ങളെ മുന്നിൽ കഴിഞ്ഞു പോയതായ പ്രവാചകന്മാരും സ്വഹാബത്തും താബീങ്ങ തബഉ താബീങ്ങ സലഫു സ്വാലിഹീങ്ങ ഇമാമീങ്ങ അങ്ങനെ നോമ്പല്ല അപ്രകാരമായിട്ട് റമദാനിലെ നോമ്പെടുത്തിട്ട് ഒർത്തക്ക് തഖ്വ കൊറടിയാവിടെ ഉണ്ടായെങ്കിൽ ഏത് വിഷയത്തിൽ വേണമെങ്കിലും ആവട്ടെ അവന്റെ നോമ്പും അള്ളാഹുമായിട്ട് ചെമ്മ ദൂരമുള്ള ചെല്ലുന്നതുക്ക് ഒരു ഉദാഹരണം കൂടിയായിത്തിക്കറ്. നോമ്പൊരു ഏറ്റവും വലിയ ലക്ഷ്യ തഖ്വ അധികരിക്കുന്നതായിത്തിക്കറ്. ആ തഖ്വ അധികരിക്കുള്ളതായ ധാരാളമായിട്ടുള്ളതായ മാനദണ്ഡ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പടിപാട്ടി തന്ന് ധാരാളം ഞങ്ങൾക്ക് കാണുക സാധ്യത്തിക്കറ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിത്തിക്കറ് സ്വതക്ക ചെല്ലുന്നത്. എന്റെ ടോപ്പിക് അതായിത്തിക്കറ് ദാനധർമ്മ. അത് തഖ്വ വർദ്ധിക്കുകയുള്ളതായ ഏറ്റവും വലിയതായ ഒരു മാർഗൈത്തിക്കറ്. വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കൊരു 2-ാമത്തെ അധ്യായ സൂറത്ത് ബഖറരെ തുടക്കത്തിലെ 3-ാമത്തെ ആയത്തിലെ അല്ലാഹു സുബ്ഹാനഹു തആല തഖ്വ ഉള്ള ആൾമാർ ചെന്നെങ്കിൽ 6, മുത്തഖീങ്ങ ചെന്നെങ്കിൽ 6. എന്തൈത്തിക്കർ ഞങ്ങളെ ക്വാളിറ്റി എന്തൈത്തിക്കർ ഞങ്ങളെ സ്വഭാവ അള്ളാഹു എടുത്തു ചെല്ലുന്നത് കണ്ട്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. ഒന്നാമത് അല്ലാഹു തആല ചെല്ലുന്നത് ഗൈബ് കൊണ്ട് തങ്ങ വിശ്വസിക്കുന്നതായ ആൽമാർ ഐത്തിക്കറാറ്. അദൃശ്യ
അല്ലാഹു സുബ്ഹാനഹു തആലയിലുള്ളതായ വിശ്വാസ എങ്ങനെ എത്തിക്കറി ചെന്നിട്ടെങ്കിൽ അല്ലാഹു ദൃശ്യവും അദൃശ്യവും ഒരേപോലെ അറിയറവനായിത്തിക്കറ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുൽക്കിലെ ആയത്തൈത്തിക്കർ നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആൾമാർ യഖ്ശൗന റബ്ബഹും അങ്ങ റബ്ബരെ പേടിക്கிறாரு, ബിൽ ഗൈബി ഗൈബ് കൊണ്ടുത്ത് പേടിക്கிறாரு, ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അങ്കൈത്തിക്കർ മഗ്ഫിറത്ത്, അങ്കൈത്തിക്കർ പാപമോചന, അങ്ങളെ പ്രാർത്ഥന ഐത്തിക്കർ അല്ലാഹു സ്വീകരിക്കുന്നത്, അങ്ങളെ ദാനധർമ്മം ഐത്തിക്കർ അല്ലാഹു സ്വീകരിക്കുന്നത്, അങ്ങളെ നോമ്പ് ഐത്തിക്കർ അല്ലാഹു സ്വീകരിക്കുന്നത്, അങ്ങളെ സത്കർമ്മം ഐത്തിക്കർ അല്ലാഹു സ്വീകരിക്കുന്നത്. ഒന്നാമത് വിശ്വാസ ക്ലിയർ ആവും. അതൈത്തിക്കർ അല്ലാഹു തആല ചെന്നത് അങ്ക് മഗ്ഫിറത്തും വഅജ്റുൻ കബീർ, ഏറ്റവും വലിയതായ പ്രതിഫലം കൊണ്ട് പാരത്രികമായിട്ടുള്ളതായ ലോകത്തില് ഏറ്റവും വലിയതായ പ്രതിഫലം എന്തായിത്തിക്കറ്? സ്വർഗമായിത്തിക്കറ്. ആ സ്വർഗത്തിൽ ഉന്നതമായിട്ടുള്ളതായ ദറജ പദവിയം കൊണ്ട് ഇത് മുത്തഖീങ്ങളെ തഖ്വ ഉള്ളതായ ആൾമാരെ ഒന്നാമത്തെ ക്വാളിറ്റി എത്തിക്കറ്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നത് എന്തായിത്തിക്കറ്? അതേ ആയത്തില് വയുഖീമൂന സ്വലാത്ത, നിസ്കാരത്തിലെ കൃത്യമായിട്ട് അതിന്റെ വഖത്തില് ഖളാ ആവാത്തതായ നിലക്ക് അല്ലാഹു നിശ്ചയിച്ചു തന്നതായ അതേ വക്തില് കൃത്യമായിട്ട് നിലനിർത്തുന്ന ആൾമാർ, നിസ്കരിക്കുന്ന ആൾമാർ ഉണ്ടല്ല. നിസ്കാരം എല്ലാരും നിസ്കരിക്കാറ്. മുനാഫിക്കീങ്ങളെ നിസ്കാരത്തെ കുറിച്ചിട്ട് അല്ലാഹു ഖുർആനിൽ ചെന്ന എല്ലാരും നിസ്കരിക്കാറ്. പക്ഷേ ആ നിസ്കാരമല്ല, നിസ്കാരത്തിന് കൃത്യമായിട്ട് നിലനിർത്തുന്നതായ ആൾമാർ. നോമ്പ് കൊണ്ടുത്തു അങ്ങളെ നിസ്കാരத்துக்கு ഒരു തടസ്സയില്ല, നോമ്പ് കൊണ്ടുത്തു അങ്ങളെ ജമാഅത്തുക്ക് ഒരു തടസ്സയില്ല. കൃത്യമായ നില എല്ലാ സന്ദർഭത്തിലും നിസ്കാരത്തിൽ നിലനിർത്തുന്ന ആൾമാർ അങ്ങൈത്തിക്കറാറ് മുത്തഖീങ്ങ ചെന്നെങ്കിൽ. മൂന്നാമത് അല്ലാഹു തആല ചെല്ലറ നോക്കറു ഞങ്ങളെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ഞങ്ങൾ കൊടുത്തതായ റിസ്കിൽ നിന്ന്, ഞങ്ങൾ കൊടുത്തതിൽ നിന്ന് ചെലവാക്കുന്ന ആൾമാർ, അല്ലാഹുര മാർഗത്തുക്ക് ചെലവാക്കുന്നതായ ആൾമാർ അങ്ങൈത്തിക്കറാറ് മുത്തഖീങ്ങ. നോമ്പു ഫറലാക്കപ്പെട്ടതിലെ ഏറ്റവും മർമ്മമായിട്ടുള്ള ലക്ഷ്യവും അതൈത്തിക്കറ് തഖ്വ ഉള്ള ആൾമാരായി തീരുകയായിട്ട്, മുത്തഖീങ്ങാവുകയായിട്ട്. വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൈത്തിക്കറ് വിജയ, മുത്തഖീങ്ങൈത്തിക്കറ് അവസാനത്തെ വിജയ. മുത്തഖി അല്ലാത്ത ഒരു മനുഷ്യ ആണാവട്ട് പെണ്ണാവട്ട് മൂമിനായ നിലക്ക് യഥാർത്ഥ വിശ്വാസിയായ നിലക്ക് മരിക്കുക സാധ്യമേ അല്ല. അതൈത്തിക്കറ് ചില പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത് വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൈത്തിക്കറ് അവസാനത്തെ വിജയ ചെന്നെങ്കിൽ, അവസാനത്തെ വിജയ ചെന്നെങ്കിൽ എന്തിരെ സ്വർഗത്തിലെ ശുഭവാർത്ത കിട്ടിത്ത് പരിശുദ്ധമായിട്ടുള്ള കലിമത്തു തൗഹീദ് ഹൃദയത്തിലെ അന്തരാളത്തിൽ നിന്ന് ഉറച്ചിത്ത് നാവ് കൊണ്ടുത്ത് വ്യക്തമാക്കിത്ത് മൂമിനായ നിലക്ക് മരിക്കുള്ളതായ ഭാഗ്യ കിട്ടേണ്ടെങ്കിൽ അതൈത്തിക്കറ് വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ ചെന്നതിരർത്ഥ തഖ്വ വർദ്ധിക്കുള്ളതായ മാർഗമൈത്തിക്കറ്. ഇനി നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കോറു,
എത്രയെത്ര ആയത്തുകൾ ഒരേ അധ്യായത്തില് സ്വതക്കര വിഷയത്തില് ദാനധർമ്മത്തിന്റെ വിഷയത്തില് അള്ളാഹു തുടരെയായിട്ട് ആവർത്തിച്ച് അല്ലാഹു തആല ചെൽറാ. അത് വലിയ ഒരു കർമ്മമായി തിക്കറ്. അല്ലാഹു സുബ്ഹാനഹു തആല ചെൽറത് നോക്കൊരു. രണ്ടാമത്തെ അധ്യായ സൂറത്ത് ബഖറരെ 274 ആയത്ത് നോക്കൊരു. മുഅ്മിനീങ്ങളെ കുറിച്ചിട്ട് അല്ലാഹു തആല ചെൽറത് അല്ലദീന യുൻഫിഖൂന അംവാലഹും, അങ്ങളെ സമ്പത്തിനെ അങ്ങ ചെലവാക്കറങ്ങ അയച്ചിക്കറാറ്. ബില്ലൈലി വന്നഹാർ, ജാവും പോളും അങ്ങ ചെലവാക്കറാറ്. അങ്ക് ജാവു ചെല്റതായ ഒരു കണക്കില്ല, പോളു ചെല്റതായ ഒരു കണക്കില്ല. അല്ലാഹു കൊടുത്തതായ സമ്പത്തിരെ അല്ലാഹുരെ മാർഗത്തുക്ക് എനി ടൈം അങ്ങ ചെലവാക്കറാറ്. സിറം വ അലാനിയത്തൻ, സീക്രട്ടായിട്ടും പബ്ലിക്കായിട്ടും രഹസ്യമായിട്ടും പരസ്യമായിട്ടും അങ്ങ ചെലവാക്കറാറ്. ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അങ്ക് പടച്ച റബ്ബുരെ പക്കൽ വലിയ പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല ചെൽറ അല്ലാഹുര പക്കല് വലിയ പ്രതിഫലം ഉണ്ടു ചെന്ന് മാത്രല്ല അങ്ങ് ഒരു പേടിയും പേടിക്കണ്ട. അതേപോലെ അങ്ങ് ദുഃഖിക്കരുതായ ആവശ്യകതയില്ല. ഏതൊരാളും ആഗ്രഹിക്കാത്തതായ ഒന്നൈത്തിക്കര്, ഏതൊരാളും ഇഷ്ടപ്പെടാത്തതായ ഒന്നൈത്തിക്കര് ഭയവും ബേജാറും. ആർക്കത് ഇഷ്ടല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു കൊടുത്തതായ സമ്പത്തിരെ അല്ലാഹുര മാർഗത്തുക്ക് ചെലവാക്കറങ്ങളെ വിഷയത്തിൽ അല്ല ചെല്றது ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അങ്ങ് പേടിക്കൊരു അഗത്യമേ ഇല്ല, ദുഃഖിക്കൊരു അഗത്യമേ ഇല്ല, ബേജാറാവുടെ അഗത്യമേ ഇല്ല. കാരണം എന്താ എത്തിക്കറ്? അല്ലാഹുര മാർഗത്തുക്ക് ചെലവാക്കற ആൾമാരെ എത്തിക്കറാറ്. എത്ര ആയത്തിന് ഞാൻ നോക്കൂ. അല്ലാഹുര മാർഗത്തുക്ക് ചെലവാക്കൽ കൊണ്ടുത്തു ലഭിക്കുന്നതായ ഏറ്റവും വലുതായ ഒന്നൈത്തിക്കറ് അങ്ങളെ സമ്പത്തിരെ അല്ലാഹു ശുദ്ധീകരിക്കുക. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങളെ പരിശുദ്ധീകരിക്കുക. അങ്ങളെ മനസ്സുക അല്ലാഹു സമാധാനത്തിന് അല്ലാഹു തആല കൊടുക്കുക. എത്രത്തോളം ചെന്നെങ്കിൽ ഖേദകരായിത്തിക്കറ്. ഇപ്പൊ നാ ചെല്றது സദക്കര വിഷയ നിർബന്ധമായിട്ടുള്ളതായ ഉജൂബായിട്ടുള്ളതായ ഇസ്ലാമിലെ മൂന്നാമത്തെ സ്തംഭമായിട്ടുള്ളതായ സക്കാത്ത് പോലും കണക്ക് കൂട്ടിത്ത് അർഹതപ്പെട്ടതായ സക്കാത്ത് മേങ്ങകു അർഹതപ്പെട്ടതായ അവകാശികൾക്ക് കൊടുക്കാത്ത ആൾമാറുള്ളാറ്. നിസ്കാരല്ല പെർഫെക്റ്റ്, തൗഹീദും ഉണ്ട്. അതേപോലെ ഫറള് നോമ്പ് മാത്രല്ല സുന്നത്ത് നോമ്പും പൊടില്ലേ. സക്കാത്തിരെയും സദക്കര വിഷയം മാത്ര കേട്ടങ്ങായില്ലേ. അതിൽ നിന്ന് തപ്പാട്ടുകുബേനായിട്ട് ഏതെല്ലാം ന്യായീകരണം ഉണ്ടാ, ഏതെല്ലാം ശിഷ്ടീകരണം ഉണ്ടാ, എന്തെങ്കിലും ഒരു ഫത്വ കിട്ട ചെന്ന് തേടി നടക്കുന്നതായ ആൾമാറുള്ളാർ. എത്ര വലിയ അപകടത്തിക്കീർ. എത്രത്തോളം ചെന്നിട്ടെങ്കില് സക്കാത്ത് ചെല്றது അത് നന്റെ സ്വത്തല്ല, അത് നന്റെ സമ്പത്തിന് ശുദ്ധീകരണമായി തിക്കര്. അത് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധമായ ഖുർആനില് 9-ാമത്തെ അധ്യായ സൂറത്ത് തൗബരെ 60-ാമത്തെ ആയത്തിൽ എണ്ണിയതായ ആ 8 വിഭാഗത്തിന് സ്വത്തൈത്തിക്കര്, അങ്ങളെ ഹക്കൈത്തിക്കര്. അതിരെ തസറുഫാത്താക്കു കൈകാര്യം ചെയ്യുക നക്ക് റൈറ്റ്സ് ഇല്ല. അതങ്ങളെ ഹക്കൈത്തിക്കര്, അത് കൊടുത്തുത്തേബേം. അതുപോലും ചിന്തിക്കാത്ത ആൾമാറുള്ളാറ്. ഇനി അപ്പുറം കൊടുക്കരുത് വിട്ടുത്തു
ഏതെങ്കിലും ഒരു മിസ്കീനായ പാവപ്പെട്ടതായ സക്കാത്തുക്ക് അർഹതപ്പെട്ടതായ വ്യക്തി കേക്കൊക്കെ പോയിട്ടെങ്കില് പേടിപ്പാറ്റ ആൾമാരുള്ളാറ്, ചീത്ത വിളിക്കുന്ന ആൾമാരുള്ളാറ്, ഒന്നര കാലില് നിപ്പാറ്റ ആൾമാരുള്ളാറ്. എന്തൊരു ഗുരുതരമായി ചിക്കറ്. അവനെ ബേജത്താക്കും മടിക്കാത്തതായ ആൾമാരുള്ളാർ. ഇസ്ലാം എത്രത്തോളം അതിര് ഗൗരവ ചെന്നിട്ടെങ്കിൽ ഒരു വ്യക്തി മരിച്ചെങ്കിൽ പോലും ആ മരിച്ച വ്യക്തിക്ക് സ്വത്ത് ഇന്നെങ്കിൽ, സമ്പത്ത് ഇന്നെങ്കിൽ ആ മരിച്ച വ്യക്തിയുടെ സമ്പത്തിരെ അതിരെ അനന്തരാവകാശിങ്ങൾക്ക് ഓഹരിയാക്കുന്നതിന് മുന്നോളൂ, അവന്റെ പെഞ്ഞായി അവന്റെ മക്കൾക്ക് ഓഹരിയാക്കിത്ത് കൊടുക്കുന്നതിന് മുന്നോളൂ അവന്റെ സക്കാത്ത് ബാക്കിയുണ്ട് ചെന്ന് നോക്കണു. കാരണം അത് പാവപ്പെട്ട ആൾമാരെ ഹക്കയച്ചിക്കറ്. ആ സക്കാത്ത് ബാക്കി ഉണ്ടായെങ്കില് സുറൂഗു അവന്റെ എത്ര വർഷത്തെ സക്കാത്ത് ബാക്കിയുണ്ട് ചെന്ന് അവന്റെ പെഞ്ഞായിരൊട്ടിക്ക് കൺഫേം ആക്കിത്ത്, അല്ലെങ്കിൽ ആറ് കയറ്റിക്കറ് ആ മനുഷ്യവുമായിട്ട് ബന്ധമുള്ളത് അങ്ങനൊട്ടിക്ക് ഉറപ്പ് വരുത്തിത്ത് അത് കൺഫേം ആക്കിയെന്ന് പിന്നമേ അത് കൊടുത്തു ബീഡിയെന്ന് പിന്നമേ ബാക്കിയുള്ളതായ സ്വത്തുരെ ഓഹരി പെക്കോണ് ചെന്തൈത്തിക്കറ് ശറഇറെ നേമ. അത് അബ്ബ കൊടുക്കാത്തത് മക്ക ചെല്ലുറാറ് നങ്ങ ജവാബ്ദാരി അല്ല, പെഞ്ഞായി ചെല്ലുവാള് അത് അയാളതയച്ചിക്കറ് നങ്ങക്ക് ഗൊന്തില്ല ചെന്നിട്ടെങ്കില് നിങ്ങൾക്കും സമാധാന ഇല്ല, മരിച്ച വ്യക്തിക്കും സമാധാന ഇക്കല്ലേ. അത്ര ഗൗരവമുള്ള വിഷയത്തിക്കറ്. അപ്പൊ നാ ചെന്നോണ്ട് വന്ന വിഷയ ആ ഒരു കാലഘട്ടത്തിൽ ഐത്തിക്കറ് സഹോദരന്മാരെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളത്. എത്ര ആൾമാര് ഞങ്ങളെ അനുഭവം ചെല്ലുറാർ. പേടിപ്പാട്ടുന്നതും പരിഹാസാക്കുന്നതും ഡോങ്കിയാക്കുന്നതും എത്ര ആൾമാരുള്ളാറ്. ഒരിക്കലും അത് പാടുള്ളതല്ല. വിശുദ്ധ ഖുർആൻ ചെന്നത് നീ നോക്കൂ. 9-ാമത്തെ അധ്യായ സൂറത്ത് തൗബര് 103-ാമത്തെ ആയത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ചെന്ന ഖുദ് മിൻ അംവാലിഹിം സദഖതൻ, അങ്ങളെ സമ്പത്തിനെ നിങ്ങൾ സ്വീകരിക്കോറൂ, സ്വതക്കയായിട്ട് നിങ്ങൾ സ്വീകരിക്കോറൂ. എന്ത് കൈത്തിക്കറിച്ചെന്നെങ്കില് തുതഹിറുഹും, അങ്ങളെ ശുദ്ധീകരിക്കുകയായിട്ട്, അങ്ങളെ സമ്പത്ത് ശുദ്ധിയാവുകയായിട്ട്, ഹലാലാവുകയായിട്ട്, വതുസക്കീഹിം ബിഹാ, അതുകൊണ്ട് അങ്ങളെ പരിശുദ്ധീകരിക്കുകയായിട്ട്, വസല്ലി അലൈഹിം, അങ്ക് വേനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയായിട്ട്, ഇന്ന സലാത്തക സകനുൻ ലഹും, തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥന അങ്ക് സമാധാനമായി തിക്കറ്. വല്ലാഹു സമീഉൻ അലീം. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ കേൾക്കുന്നവനും അറിയുന്നവനുമായി തിക്കറ. അതുകൊണ്ടു ചില ആൾമാര് ബാക്കി വിഷയത്തിലെല്ലാം പെർഫെക്റ്റ്. സദക്കരുടെക്ക് എത്തുമ്പത്തുകു, ദാനധർമ്മത്തരുടെക്ക് എത്തുമ്പത്തുകു എന്തിരേറ്റ് പിടിയില്ല. ഭയങ്കരമായിട്ടുള്ളതായ പിശുക്കൈത്തിക്കറ്, ബഖീൽ തരൈത്തിക്കറ്. സത്യത്തില് നന്റെ റബ്ബുനക്ക് തന്നതൈത്തിക്കർ. നാൻ ഈ ഭൂമി ലോകത്തുക്ക് ബറുമ്പത്തുക്ക് ഒന്നും കൊണ്ടുവന്നവനല്ല. അവന്റെ ഭൂമിയിലൈത്തിക്കറിനാണ് ജീവിക്കുന്നത്. അവന്റെ ആകാശത്തിലെ തണലിലൈത്തിക്കറിനാണ് ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴത്തേക്കും നന്റെ റബ്ബുനക്ക് നന്റെ ഉപജീവന മാർഗമായിട്ട് നന്റെ റബ്ബുനക്ക് എല്ലാം തന്ന അള്ളാഹു തന്നതിരെ അതിൽ നിന്ന് അള്ളാഹുര മാർഗത്തുക്ക് നാണ് കൊടുക്കുറ ചെല്ലുമ്പോഴത്തേക്ക് എത്തിക്കറ്. ചില ആൾമാർക്ക് ഭാര്യ ബേജാർ. സഹോദരന്മാരെ, ഇബാദത്തുക്ക് അത് ബാധിക്കറ്, ഇബാദത്തുക്ക് അത് ബാധിക്കറ്. എത്ര സംഭവമായിത്തിക്കറ് നിങ്ങൾ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ കേക്കറ തൗബരെ 104-ാമത്തെ ആയത്ത് നോക്കൂ. അലം യഅലമു അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബത അൻ